കിഴക്കമ്പലം സെൻറ് ആൻ്റണീസ് ഫൊറാനപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിദ്യാലയമാണ് സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ. 1500ഓളം വിദ്യാർത്ഥിനികൾ, 125ഓളം ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങളുമുള്ള ഈ വിദ്യാലയം ഇന്ന് എല്ലാവരും അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. 32ഓളം അന്തർദേശീയ ദേശീയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഈ വിദ്യാലയത്തെ തേടിയെത്തിയെന്നുള്ളത് തന്നെ അംഗീകാരത്തിന് വലിയൊരു കാര്യമാണ്. UN-ൻ്റെ ഇൻ്റർനാഷണൽ ഗ്രീൻ സ്കൂൾ അവാർഡ് ഈ വിദ്യാലയത്തെ തേടിയെത്തി. അതോടൊപ്പം ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും അവരുടെ കഴിവുകൾ പരമാവധി പുറത്തെടുക്കുന്നു എന്നുള്ള തെളിവാണ് ദേശീയ അംഗീകാരം നേടിയെടുത്തത് എന്നുള്ളത്. അതോടൊപ്പം ഹെർബൽ സാപ്ലിങ്സ് വിതരണം ചെയ്തതിന് വേൾഡ് റെക്കോർഡ് ഈ വിദ്യാലയത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിൻ്റെ ഏഷ്യൻ റെക്കോർഡും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ കരസ്ഥമാക്കി. ഇന്ന് അന്തർദേശീയ തലത്തിൽ GIARA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ റിസർച്ച് ഗ്രൂപ്പുമായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും 6 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾ റിസർച്ചിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നു. അവർ ഇൻ്റർനാഷണൽ സെമിനാറുകളിൽ പങ്കെടുക്കുകയും അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അന്തർദേശീയ ബന്ധം ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ പെൻസിൽവാനിയയിലെ പോളിടെക്നിക് സ്കൂളുമായിട്ട് വളരെ നന്നായിട്ട് നടക്കുന്നു. നോളജ് ഷെയറിങ്ങും കൾച്ചറൽ എക്സ്ചേഞ്ചുമായിട്ട് കുട്ടികൾ അവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നു. കുട്ടികൾക്ക് അത്ലറ്റിക്സിന് നല്ല മനോഹരമായ ഗ്രൗണ്ട്, ഫുട്ബോൾ കളിക്കാനും വോളിബോൾ, ബാസ്കറ്റ്ബോളും ക്രിക്കറ്റ് നെറ്റും ഹോക്കിയിലും പരിശീലനം നേടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോഹരമായ ജിമ്മും നല്ലൊരു നീന്തൽക്കുളവും കുട്ടികൾക്ക് എല്ലാവിധ പരിശീലനം ലഭിക്കാനായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഇടങ്ങളാണ്. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ കായികമായിട്ടുള്ള ശക്തി ആർജിക്കുന്നതോടൊപ്പം കലാപരമായിട്ടുള്ള മേഖലകളിലും അവർ വളർന്നു വന്നു. ഈ ദിവസങ്ങളിൽ തന്നെ കുട്ടികളുടെ അരങ്ങേറ്റം നടത്തപ്പെടുകയാണ്. ഡാൻസും മ്യൂസിക്കും ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കൊക്കെ ആയിട്ട് അവർ അരങ്ങേറ്റം നടത്തുമ്പോൾ അഭിമാനകരമാണ്. വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലിക്കാനും യോഗ പരിശീലിക്കാനും തായ്ക്കൊണ്ടയിൽ പരിശീലനം നേടാനും മറ്റെല്ലാ ആയോധന കലകളിൽ വളരാനുള്ള സൗകര്യം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. %100 വിജയം കരസ്ഥമാക്കുന്ന +2, 10th ബാച്ചുകൾ ഈ വിദ്യാലയത്തിൻ്റെ പഠന മേഖലകളിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. കിഴക്കമ്പലത്തിൻ്റെ നാനാ പ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്ന് വാഹന സൗകര്യങ്ങൾ കുട്ടികൾക്ക് വരാനും പോകാനും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥിനികളെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അവരുടെ എല്ലാ സുരക്ഷിതത്വം ഈ വിദ്യാലയത്തിൽ ഒരുക്കപ്പെടുന്നു. ഈ വിദ്യാർത്ഥിനികൾക്ക് ഓൺലൈനിലുള്ള എല്ലാ സൗകര്യങ്ങളും ഡിജിറ്റലൈസേഷനും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിദ്യാലയം ഇന്ന് ഈ പ്രദേശത്ത്
നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് മാനസികവും ശാരീരികവും ആത്മീയവും ഭൗതികവും അവരുടെ ചിന്തയുടെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും എല്ലാ തലങ്ങളിലുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ പ്രീ KG വിദ്യാർത്ഥിനികൾ പഠിക്കുന്നത് AC ക്ലാസ് റൂമുകളിൽ നിന്നാണ്. 100% ഈ വിദ്യാലയം സോളാർ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാവർക്കും എയർ കണ്ടീഷണർ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റു വിദ്യാലയങ്ങളിൽ പ്രത്യേകതയുള്ളത് ക്രിസാലിസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ടീമിൻ്റെ ജീനി എന്ന സോഫ്റ്റ്വെയറാണ് ആ കുട്ടികൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. എല്ലാ ക്ലാസ് റൂമുകളും TV ഉപയോഗിച്ച് കുട്ടികൾക്ക് ഓഗ്മെൻ്റ് റിയാലിറ്റിയോട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ആ കുട്ടികളെ പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് അവിടെയുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉല്ലസിക്കാനും അവർക്ക് തങ്ങളുടെ കഴിവ് കുഞ്ഞിലെ വളർത്തിയെടുക്കാനുള്ള സൗകര്യങ്ങളാണ് പ്രീ പ്രൈമറി സെക്ഷനിൽ ഒരുക്കിയിരിക്കുക. അവിടുത്തെ അധ്യാപകർക്ക് ക്രിസാലിസ് ടീമംഗങ്ങളാണ് ട്രെയിനിങ് കൊടുക്കുക. അത് മാസത്തിൽ ഒരിക്കൽ അവരുടെ പ്രോഗ്രസ് വിലയിരുത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആ കുട്ടികളുടെ പഠന നിലവാരത്തിൽ ഒത്തിരിയേറെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലാണ് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. St. Anthony's Public School is indeed a shining paradigm of academic excellence. Over these 23 years, from being a very small kindergarten school, it has emerged as an exemplary senior secondary school which accommodates around 1,500 students in a span of 23 years. This itself shows the commitment and the legacy the school has been carrying forward. Here, every student is given that kind of training which enables him to keep himself future ready. The school has a good number of qualities that helps us stand out as a unique educational institution from among all the other institutions nearby. One such quality is the inclusion of school farming as an academic subject. Along with the other core academic subjects, we consider school farming. Here, theoretical learning on organic farming and hydroponics that is being imparted to the students. Hands-on experience in this area is also provided for the students. This indeed is a remarkable change that we have brought in. Another striking feature which the school can claim as its own is the way it is holding close all its stakeholders. For example, we conduct regular PTC meetings wherein the parent representatives, the teacher representatives and also members from the management will be coming together in a meeting, and we will be voicing out our opinion, suggestions, and a collaborative community is formed thereby. I would like to place on record our deep felt gratitude to all the managers of this institution, especially our present manager, Very Reverend Father Francis Arikal, for his visionary leadership. He has definitely helped us to take the institution to the pinnacle of success. The rate of success of any institution is directly proportional to the happiness quotient of that institution. Here, altogether, we do everything possible to keep
all the inmates, all the stakeholders, absolutely happy. In this happy ambience, we could see that always quality meets with excellence. സ്നേഹമുള്ളവരെല്ലാവർക്കും ഇപ്പോഴും ഒരു വേറിട്ട അനുഭവം സമ്മാനിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രകൃതിയാണെങ്കിലും ക്യാമ്പസൊക്കെ ആണെങ്കിലും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും വന്ന് പോകാനായിട്ടാണ്, പഠിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടികളെ ഫീഡ് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ഒരു സമഗ്രമായിട്ടുള്ള വ്യക്തിവികാസം എപ്പോഴും പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് സ്കൂൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ മേഖലകൾ കണ്ടെത്തി അവരുടെ കഴിവുകളെല്ലാം വികസിപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും സ്കൂൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഈ ക്യാമ്പസിലേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാമ്പസും അല്ലെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെടും. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ വേറിട്ടൊരു അനുഭവത്തിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, അതുപോലെ ഈ സ്കൂളിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും.